റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഓൺലൈൻ തട്ടിപ്പ് തടയാൻ ബാങ്കുകളുടെ സഹായം തേടാൻ പോലീസ്. ഡിജിപി ബാങ്ക് പ്രതിനിധികളുടെ യോഗം വിളിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കർമ്മപരിപാടികൾക്ക് രൂപം നൽകും. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ഒരു ചർച്ചയ്ക്ക് ഡിജിപി ഒരുങ്ങുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുക? മധു, നമുക്കറിയാം സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് ബാങ്കുകളുടെ സഹായം തേടുന്നത്. ബാങ്കുകളുടെ സഹായത്തോടെ ഓൺലൈൻ തട്ടിപ്പ് എങ്ങനെ തടയാൻ കഴിയും എന്നതാണ് ഇന്ന് ഉച്ചയ്ക്ക് പോലീസ് ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ ചർച്ചയാവുക. പോലീസ് മേധാവി റവണ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ബാങ്കുകളുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. കാരണം പ്രതിദിനം ഓൺലൈൻ തട്ടിപ്പിന്റെ എണ്ണം കുത്തനെ വർദ്ധിക്കുകയാണ്. കാരണം സൈബർ പോലീസ് സ്റ്റേഷനിൽ അത്രത്തോളം പരാതികൾ വരുന്നുണ്ട്. പോലീസ് കൈകാര്യം ചെയ്യുന്നതിനപ്പുറത്തേക്കാണ് പരാതികൾ. അഭ്യസ്തവിദ്യരായ ആളുകളാണ്. പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും, ഉന്നതരായ വ്യക്തികൾ പോലും ഇത്തരം ഓൺലൈൻ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. അത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ചർച്ച. അതിലൊരു കർമ്മ പരിപാടിക്ക് രൂപം നൽകും. സ്വാഭാവികമായും ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം നടത്തുന്നുണ്ട്. അത് RBI ഉണ്ട്, ബാങ്കുകളുണ്ട്, പോലീസും നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് തട്ടിപ്പുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി ഇത്തരമൊരു യോഗം വിളിച്ചിരിക്കുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന പോലീസ് മേധാവി ബാങ്കുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിയാലോചന നടത്തുകയാണ്. ഓൺലൈൻ തട്ടിപ്പുകൾക്ക് തടയിടാൻ.